കേരളത്തിൽ അറിയപ്പെടുന്ന 2 പോലീസ് ഓഫീസേഴ്സ് പ്രസ് കോൺഫറൻസ് വരെ നടത്തി. കാര്യം നാച്ചുറൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് പോലും പോയത്. പിന്നെ ഏതൊരു കലാരൂപത്തിനും അതിൻ്റേതായിട്ടുള്ള ഫോൾസൊക്കെ കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഫ്ലോസും ഫോൾസും കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം കുറ്റവാളിയാകാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ നിന്നു, ശ്രീ KV അബ്ദുൽ നാസറാണ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പോലുള്ളത്. അദ്ദേഹം മാത്രമേ നിന്നോളൂ എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ ചുറ്റും നിന്നവർ എനിക്കിട്ട് പണി തന്നു എന്ന് എനിക്കറിയാം. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, സിനിമയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംബഡി വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. അതായത് ഈ പടം ഇറങ്ങി അന്ന് മുതൽ അടിക്കണം എന്നുള്ള ഒരു ത്വര ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ 2 റിവ്യൂസേഴ്സ് പിന്നീട് അവരുടെ കുറേ സിനിമകളുടെ റിവ്യൂസ് അവർ പറയുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ വ്യക്തമായ അജണ്ടയുണ്ട്. വേറൊരു സിനിമ, പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, ആ സിനിമ വളരെ ഫൂളറി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, വലിയൊരു സംവിധായകനും ഒക്കെ വലിയ നടന്മാരൊക്കെ അഭിനയിച്ച ആ സിനിമയെപ്പറ്റി ഇയാൾ വാതോരാതെ സംസാരിച്ചപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയി. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷവും അഭിമാനവും തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വമാണ് എന്നുള്ള കാര്യത്തിൽ. ഒരു സിനിമ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്കെപ്പോഴും ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇതേ യൂട്യൂബർ തന്നെ എൻ്റെ ട്യൂമൻ്റെ അഭിനയത്തെപ്പറ്റി പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അതെവിടെയും ഷെയർ ചെയ്യാൻ പോയിട്ടില്ല.